ചേലാട്, കള്ളാട്, ചെങ്ങമനാട്ട് സാറാമ ഏലിയാസിനെ പട്ടാപ്പകൽ കൊലപ്പെടുത്തിയവരെ കണ്ടെത്താൻ കഠിനാധ്വാനം ചെയ്യുകയാണ് പോലീസ്. വൈകാതെ അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാകുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. മധ്യമേഖല ഡിഐജി കോതമംഗലത്തെത്തി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും സാറാമയുടെ വീട് സന്ദർശിക്കുകയും ചെയ്തു. അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചു തന്നെയാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. അയൽവാസികളായ 3 അന്യസംസ്ഥാന തൊഴിലാളികളെയും കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചിട്ടില്ല. സംഭവ ദിവസത്തെ ഇവരുടെ ചില നീക്കങ്ങൾ സംശയകരമായി അന്വേഷണ സംഘം കരുതുന്നുണ്ട്. ചെങ്ങമനാട്ട് സാറാമ ഏലിയാസ് പട്ടാപ്പകൽ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട് 2 ദിവസം പിന്നിടുമ്പോഴും പ്രതികളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സൂചനയും ലഭിക്കാതെ പോലീസ് കുഴങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് മധ്യമേഖല ഡിഐജി കോതമംഗലത്ത് എത്തിയത്. അദ്ദേഹം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥ സംഘവുമായി ചർച്ച നടത്തി. സാറാമയുടെ വീടും സന്ദർശിച്ചു. വീടിനുള്ളിൽ നിന്നോ പരിസരത്തു നിന്നോ വിലപ്പെട്ട തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്തതാണ് പോലീസിന് വെല്ലുവിളിയായിരിക്കുന്നത്. ആയുധമോ പ്രതികളുടേതെന്ന് ഉറപ്പാക്കാവുന്ന വസ്തുക്കളോ വിരലടയാളമോ ഒന്നും ലഭിച്ചിട്ടില്ല. കൊലപാതകത്തിന്റെ ലക്ഷ്യം മോഷണം തന്നെയായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ എന്നതിലും വ്യക്തതയായിട്ടില്ല. പല സാധ്യതകളും പോലീസ് അനുമാനിക്കുമ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചു തന്നെയാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. സാറാമയുടെ അയൽവാസികളായ 3 അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇവരിലുള്ള സംശയം പോലീസിന് പൂർണ്ണമായും മാറിയിട്ടില്ലെന്നാണ് സൂചന. സംഭവ ദിവസം രാവിലെ ജോലിക്ക് പോയ ഇവർ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ വരവും സംഭവവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ 3 സംഘമായും പ്രദേശമായും ബന്ധമുള്ള ചില അന്യസംസ്ഥാനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നിരീക്ഷിക്കുന്നുമുണ്ട്. വൈകാതെ അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാകുമെന്ന് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അന്വേഷണത്തിലൂടെയും അല്ലാതെയും ലഭിച്ച പല വിവരങ്ങളും പോലീസ് അതീവ രഹസ്യമായാണ് കൈകാര്യം ചെയ്യുന്നത്. കൃത്യം നിർവഹിച്ചവർക്ക് നാടുവിടുവാനുള്ള അവസരം നൽകാതിരിക്കുവാനും പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. KCV ന്യൂസ്, കോതമംഗലം.